ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എനിക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. ആര്യാന്ന് ചോദിച്ചാൽ എൻ്റെ മാമൻ്റെ മോൻ്റെ, അതായത് എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഒരു 6:30 ആകുമ്പോഴേക്കൊക്കെ എത്താനാണ് എല്ലാവരോടും പറഞ്ഞത്. ബട്ട് നമ്മളിപ്പോൾ ഒരു 5:45 ആകുമ്പോഴേക്ക് കുറച്ച് നേരത്തെ പോകുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഇതാണ് എൻ്റെ അമ്മമ്മേ ഹായ്. അമ്മമ്മയും പോകാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ട് വന്നതാണ്. ഇനി എൻ്റെ വീട്ടിൽ കുറച്ച് ആൾക്കാർ കൂടി മാറ്റാനുണ്ട്. അങ്ങനെ അവരൊക്കെ മാറ്റി വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ചേരം ഇങ്ങനെ മിറർ സെൽഫി ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ ടൈം അപ്പോഴേക്ക് മാമനൊക്കെ വന്നിട്ട് ഇങ്ങനെ പുറത്തൊന്ന് ഹോൺ അടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ മാമൻ്റെയും മാമീൻ്റെ ഒപ്പരൊക്കെയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. പുള്ളിക്കാരന് പുതിയ വാച്ചൊക്കെ കിട്ടിയതിൻ്റെ സൊള്ളാണ്. ബർത്ത്ഡേ പരിപാടി എവിടെയാന്ന് വെച്ചാൽ ധർമ്മടം ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അമ്മ വന്നിട്ടില്ല, അമ്മ പിന്നെ വരും. അമ്മ മാറ്റി കഴിയാത്തതുകൊണ്ട് ഈ റൗണ്ടിൽ വന്നിട്ടില്ല. ഇവന്റെ കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പുറത്തുനിന്ന് ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നത്. ഈ കൊല്ലാണ് നടന്നത്. ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആരും എത്തിയിട്ടില്ല, നമ്മളാണ് ഇപ്പോൾ ഫസ്റ്റ് എത്തുന്നത്. അപ്പം നമ്മളിനിയുടെ കുറച്ച് എന്തെങ്കിലും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്നും ചെയ്യാന്നൊക്കെ വെച്ചിട്ട് കുറച്ച് നേരത്തെ വന്നതാണ്. ഇവരൊരു 5-6 ആൾക്കാർ കുറച്ച് നേരത്തെ വന്നിട്ട് ഡെക്കറേഷൻസ് ഒക്കെ ഏകദേശം ചെയ്ത് വന്നിട്ടുണ്ട്. അവരതൊക്കെ ഒന്ന് ചെയ്ത് സെറ്റ് ആവുന്ന ടൈം കൊണ്ട് ഞാൻ നമ്മുടെ ബർത്ത്ഡേ ബോയിനോട് എന്തൊക്കെ സംസാരിക്കാൻ വെച്ചിട്ട് പോയതാണ്. ഗൈസ്, ഇതാണ് ബർത്ത്ഡേ ബോയ്. ഇവൻ ഇന്ന് എത്ര വയസ്സായി? 8-9 10 ആയിട്ടില്ല. 8-9 എത്ര വയസ്സായിട്ടുണ്ട്? 9. എടാ, എന്റെ പ്രസൻസിന് നിനക്കൊരു ഗിഫ്റ്റ് അല്ലേ? ഓടി. നമുക്കിനി ഡെക്കറേഷൻസിലേക്ക് പോയി ഇവനോടെല്ലാം വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഇരിടായിട്ടും ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ല. അങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് കഴിഞ്ഞപ്പാട് ആൾക്കാരൊക്കെ വരുന്നതിന് മുന്നേ ഒന്ന് ബീച്ച് ചുറ്റിക്കാണാന്ന് പറഞ്ഞിട്ട് ഞാൻ ഏച്ചിനെയും കൂട്ടി ഇറങ്ങിയതാണ്. കഴിഞ്ഞ കൊല്ലം ഡിസംബറില് ഞാൻ ന്യൂ ഇയറിനാണ് അവസാനമായിട്ട് ഈ ബീച്ചിൽ വന്നത്. അതിനുശേഷം ഇപ്പാണ് കേട്ടോ വരുന്നത്. നമ്മൾ കുറച്ച് നടന്ന് 2 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വരുമ്പോഴേക്ക് ഇവിടെ ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലൈറ്റ് മാത്രമല്ല കേട്ടോ, ഏകദേശം മിക്ക റിലേറ്റീവ്സും എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞാണ് എന്നെ ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നുള്ളത്. ഗസ്റ്റ് ഒക്കെ വന്ന് തുടങ്ങിയപാടെ ഞാനൊന്ന് കേക്കൊക്കെ ഒന്ന് സെറ്റാക്കാന്ന് വെച്ചു. വലിയ പണിയൊന്നുമില്ല. കവർ ഒന്ന് പൊളിച്ചിട്ട് കേക്കിനെടുത്ത് പുറത്ത് വെക്കണം. കേക്ക് തുറക്കുമ്പോഴേക്ക് ആ കവർന്ന് മുട്ടായി ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഏച്ചിയും മാമി ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ കേക്കൊക്കെ കവർന്ന് പുറത്തെടുത്ത് സെറ്റാക്കി വെച്ചു. പിന്നെ ഇത് ക്യാൻഡിലാണ് കേട്ടോ. അവന് 9 വയസ്സായതുകൊണ്ട് അങ്ങനെ 9 എഴുതിയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. സത്യം പറഞ്ഞാലേ ക്യാൻഡിൽ കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഇവന്റെ വയസ്സ് എന്നെ ശരിക്കും അറിഞ്ഞത്. നമ്മളപ്പം ഇനി എല്ലാവരും എത്തിയത്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടി കേക്ക് മുറിക്കലാണ്. അപ്പം അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. അവിടെ പിന്നെ ഭയങ്കര ഒച്ചപ്പാടും പാട്ടൊക്കെ ആയതുകൊണ്ട് എനിക്കിങ്ങനെ അവിടുന്ന് വോയിസ് എടുത്തിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് എൻ്റെ മൂത്ത ഇങ്ങനെ പാട്ടൊക്കെ കേട്ടാൽ ഒരു മിക്സി പോലെ വൈബ്രേറ്റ് ആവും. പിന്നെ ഇവിടെ ഒന്ന് ഫുള്ള് നിരീക്ഷിച്ചാൽ ഇതുപോലെ ചെവിട്ട് പറഞ്ഞ് ചിരിക്കുന്ന ടീംസിനെയും അതേപോലെ കത്തിയെടുത്ത് കുത്താൻ വരുന്ന ടീംസിനെയും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെ ക്യാൻഡിലൊക്കെ കത്തിച്ച് ഒരു ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ തന്നെ കുട്ടി ക്യാൻഡിൽ അങ്ങ് ഊതിക്കെടുത്തി. അങ്ങനെ അത് രണ്ടാമതും കത്തിച്ചിട്ടാണ് കേക്ക് മുറിച്ചത്. ഇനി പിന്നെ എന്താ അടുത്ത പരിപാടി എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ കേക്ക് അങ്ങ് എടുത്ത് തിന്നു. മാമി ഇങ്ങനെ എല്ലാവരുടെ അടുത്തേക്കും കേക്ക് കൊണ്ടുവന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കേണ്ട തിരക്കില് കേക്ക് എടുക്കാനാണ് കേട്ടോ മറന്നു. അവസാനം അവിടെ പോയിട്ട് ഒരു പീസ് കേക്ക് എടുത്ത് കഴിച്ചു. ബട്ടർ സ്കോച്ച് ആയിരുന്നു ഗൈസ് കേക്ക്. പിന്നെ കഴിക്കുമ്പോൾ രണ്ടും കഴിക്കണമല്ലോ. ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മറ്റേത് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് അടുത്ത കേക്ക് ഒരു പീസ് തിന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ മാമീൻ്റെ അനിയത്തി വന്നിട്ട് അവരെയൊക്കെ ഒന്ന് വീഡിയോ കയറ്റാൻ വേണ്ടി പറഞ്ഞത്. ബട്ട് ഞാൻ തിന്നുന്ന തിരക്കിലായതുകൊണ്ട് എനിക്കൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കലാണ് ബാക്കിയുള്ളത്. അപ്പം ഇനി ഫുഡ് കഴിക്കാൻ നമ്മളിതാ ഇനി കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടാണ് ഉള്ളത്. പിന്നെ ഇത് എല്ലാ ഗേൾസിനുള്ള ഒരു പരിപാടിയാണ് ഞാൻ വിചാരിക്കുന്നു. കേക്കൊക്കെ തിന്നിട്ട് ലിപ്സ്റ്റിക് ഫുൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ലിപ്സ്റ്റിക് അതിന്റെ മേലെ അങ്ങ് തേച്ചിട്ട് അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന കണ്ടിട്ട് എൻ്റെ ചേച്ചിയും അപ്പാട് ഇത് ലിപ്സ്റ്റിക് വാങ്ങിയിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫോൺ വാങ്ങിയിട്ട് നമ്മുടെ വാസ്കോഡ ഗാമ പാട്ടൊക്കെ കുറച്ചേരം വെച്ചിരുന്നു. പിന്നെ കുറച്ച് മത്സരങ്ങളാണ് കേട്ടോ ഉണ്ടായത്.
ഇവൻ കളിച്ചത് ഫുൾ ഫൗളായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കൂക്കി പായിച്ചത്. അതായത് ഇതെന്താ കളി എന്ന് വെച്ചാൽ കുറച്ച് പേർക്കൊക്കെ ഇത് അറിയായിരിക്കും. നമ്മൾ ബലൂൺ ഇങ്ങനെ മേലോട്ടേക്ക് അറിയാം, എന്നിട്ട് ആ ബലൂൺ താഴെ വീഴുന്ന സമയം കൊണ്ട് ഓരോ മുട്ടായി ആയിട്ട് ആ പ്ലേറ്റിൽ പെറുക്കിയിടുക. അങ്ങനെ എൻ്റെ അമ്മയും മൂത്തയും അമ്മൂമ്മയും അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ഇതിൽ പങ്കെടുത്തെങ്കിലും നമ്മൾ ഇതിൽ പങ്കെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് പാട്ടായിരുന്നു കേട്ടോ. ഇത് മാമൻ്റെ ഫ്രണ്ടാണ്, മാമൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അങ്ങനെ അവരുടെ പാട്ടുണ്ടായിരുന്നു, പിന്നെ അമ്മൂമ്മേൻ്റെ പാട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ചു നേരം കേട്ടിരുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ ആകപ്പാടെ മത്സരിച്ച മത്സരം. പാവം ഏച്ചിയൊക്കെ ഭയങ്കര സ്പിരിറ്റിൽ മത്സരിച്ച് വരുമ്പോഴാണ് ഇത് ട്രയലാണെന്ന് പറഞ്ഞിട്ട് അവളെ തളർത്തി കളഞ്ഞത്. ഈ മത്സരം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ഒരു സ്ട്രോ കടിച്ച് പിടിച്ചിട്ട് അവിടുന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ സ്ട്രോ വഴി ഓരോരുത്തരിലേക്ക് ഷെയർ ചെയ്യണം. അങ്ങനെ അങ്ങ് അറ്റത്ത് വരെ എത്തണം. നമ്മളെ ചെറുപ്പക്കാരികളുടെ ടീംസും അതേപോലെ തന്നെ ചെറുപ്പക്കാരന്മാരുടെ ടീംസും ഒക്കെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മത്സരത്തിന്റെ വിജയി ആരാന്ന് ഞാൻ അന്തസ്സോടെ പറഞ്ഞുതരാം ഗൈസ്. നമ്മളാണ് തോറ്റത്. അത് വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, നമ്മളെ ആദ്യമായിട്ട് കളിക്കുന്നതായിട്ട് നമുക്ക് കളി മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ജയിക്കുമായിരുന്നു. ഭയങ്കര ഒച്ചപ്പാടും ബഹളവും പാട്ടും കൂത്തും ഒക്കെയാണ്. അപ്പൊ നമ്മൾ കുറച്ചു നേരം ഇനി ബീച്ചൊക്കെ കണ്ട് ഒരു വൈബൊക്കെ അടിക്കാന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ചേരം ബീച്ച് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ്, എന്നാലും നമ്മൾ കുറച്ച് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഞാനും എൻ്റെ ചേച്ചിയുണ്ട്. കുറച്ച് ഊനാലൊക്കെ ഇങ്ങനെ ആടി ബീച്ചൊക്കെ കണ്ടെന്ന് ആസ്വദിക്കാന്ന് വെച്ചിട്ടാണ് പോയത്. ഇതാണ് ധർമ്മടം ബീച്ച്. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ അറിയാത്ത കാര്യത്തിനെ കുറിച്ചൊന്നും പറയുന്നുമില്ല. എന്നെ ആട്ടാൻ വേണ്ടി വരുന്ന ഊഞ്ഞാലിന് വേണ്ടിട്ട് ഇവിടെ അടിയാണ് ഗൈസ്. എല്ലാവർക്കും ഊഞ്ഞാല് വേണം. നമ്മൾ രണ്ടാളും കുറച്ച് സമാധാനത്തിനും കാറ്റ് കൊള്ളാനും വേണ്ടിട്ട് അവിടെ വന്ന് ഇരുന്നതാണെങ്കിലും പിന്നെ ആകെപ്പാട് ഒച്ചപ്പാടായി, ആളായി, ബഹളായി. പിന്നെ നമ്മളെ ബർത്ത്ഡേ ബോയ്ക്ക് ഇതവനെ ബാധിക്കുന്ന കാര്യേയില്ല. ആരെയോ ബർത്ത്ഡേക്ക് വന്ന പോലെ നമ്മളെ ഊഞ്ഞാലാട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്റെ അമ്മയാണ് ഇവിടുന്ന് പാടുന്നുണ്ടായിരുന്നത്. കണ്ടോ ഗൈസ്, അനിയത്തിന്റെ പാട്ടിന് ചുവട് വെക്കുന്ന ചേച്ചിയുടെ സ്നേഹം നിങ്ങൾ കാണാതെ പോകരുത്. എല്ലാരും ഫുൾ വൈബായിരുന്നു. കണ്ടോ, ചോറ് വാങ്ങുമ്പോൾ വരെ സ്റ്റെപ്പ് ഇടുന്ന ആൾക്കാർ. അങ്ങനെ ഞാനും പോയിട്ട് ചോറ് കഴിക്കാന്ന് വിചാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞ ഒരു വിശപ്പും ഇല്ല. എനിക്കിങ്ങനെ എവിടെയെങ്കിലും പുറത്ത് പോയാൽ ഒട്ടും വിശപ്പുണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് കണക്കായിട്ടുള്ള കുറച്ച് ചോറാണ് പറഞ്ഞത്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് കഴിക്കാൻ നോക്കുമ്പോൾ അവിടെ വെള്ളവും ഇല്ല. ഇത് ഇവിടെ വെള്ളം കിട്ടാത്ത ഒരു ഗ്രൂപ്പ് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം കുടിക്കാൻ എല്ലാവർക്കും പായസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു പായസം ലവർ അല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ പോയി അടുത്തൊരു പീസ് കേക്ക് കൂടി എടുത്തിട്ട് കഴിക്കുവാണ് കേട്ടോ ചെയ്തത്. അപ്പോഴേക്കും ഇത് എല്ലാവരും ഫുൾ ഡാൻസ് മൂഡിലായിരുന്നു. ഗൈസ് അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് നല്ല അടിച്ചു പൊളിച്ചു. ലാസ്റ്റ് എല്ലാവരും പോയിട്ട് നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഹാപ്പി ബർത്ത്ഡേന്റെ സാധനമൊക്കെ വെറുതെ കളയണ്ടല്ലോ, ഇനി അടുത്ത ബർത്ത്ഡേക്ക് എടുക്കാലോ, അതുകൊണ്ട് ഇങ്ങനെ കാറ്റ് ഊരിയിട്ട് വെക്കാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ആയിട്ടില്ല. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് പോവാണ്. ഇവിടെ കണ്ടോ എല്ലാവരും കൂട്ട സമ്മേളനം എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് കാറ്റൊക്കെ കൊള്ളാന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുവാണ് ഗൈസ്. ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നവരാണ് ഇവർ പറയുന്നത് കാർ ഇപ്പോഴേ വരില്ലാണ്ട് നമുക്ക് ഗുഡ്സിൽ കയറിയിട്ട് പോകുന്നതാ. ഈ കാണുന്ന ഗുഡ്സിൽ കയറിയിട്ട് പോവാന്ന് പറയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവരിത് കാര്യമായിട്ട് തന്നെയാണോ പറയുന്നത്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിന്റെ ബാക്കിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് പോകുന്നത്. നമ്മൾ തുള്ളിയാല് കേറി വരും. നമ്മളെ അമ്മമാരുടെ വെപ്രാന്തി. നമ്മളങ്ങനെ ഇതിന്റെ മേലെ നിന്നിട്ട് ധർമ്മടം പഞ്ചായത്തിന്റെ ഒക്കെ മൊത്തം കാഴ്ചയും ആസ്വദിച്ച് നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഏതോ ഉത്സവ പറമ്പിലൊക്കെ പോയിട്ട് ഒരു റൈഡ് കയറിയ ഫീലിങ്സ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മളെല്ലാം ഫുൾ വൈബാക്കിയിട്ടാണ് വന്നത്. അങ്ങനെ ലാസ്റ്റ് ഡേ സേഫ്ലി വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ എപ്പത്തെയും പോലെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ നിലവിളക്കും എടുത്ത് വരവേൽക്കാനിത് നമ്മുടെ റോച്ചുകുട്ടി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ വണ്ടിയിലുള്ള യാത്ര. ഇപ്പം നല്ല ക്ഷീണമുണ്ട്. വൈകുന്നേരം പോയതെങ്കിലും എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. അതുകൊണ്ട് ഇനി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി
കിടന്നുറങ്ങണം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.